ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചി വ്ലോഗായിട്ടാണ്. അപ്പോൾ ഞാനും ഇക്കയും കൂടെ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിലേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് കൊച്ചിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാം എഴുതിയ കാര്യങ്ങളും എക്സാമിന് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മൾ പ്രീവിയസ് വീഡിയോസുകളിലായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഞാൻ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ആ വണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇനി നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഈ ഒരു യാത്രയിൽ എൻ്റെ ഇക്കൻ്റെയും കൂടെ പിന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുമാണ് നമ്മൾ കൂടെ വരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് ഇന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാനും ഇതാ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ട്രെയിൻ കാത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളിതാ ഒരു സ്നാക്കും ചായയും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതും കഴിച്ച് അങ്ങനെ ഇക്കൻ്റെ ഫ്രണ്ട്സിനെയും പിന്നെ നമ്മൾ ട്രെയിനിനെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കന്നെ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ ഒന്നും തള്ളൊക്കെ കൂടിയിട്ട് എങ്ങനെയൊക്കെയോ ട്രെയിനകത്ത് കയറി. വലിയൊരു സാഹസികത തന്നെയാണ് കേട്ടോ ട്രെയിനിൽ കയറാമെന്ന് പറയുന്നത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. ഇക്കൻ്റെ ഫ്രണ്ട്സിനൊന്നും സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ടും സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും പിന്നെ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും സുഖമായിട്ടിരുന്നു പോയി. പക്ഷേ ഇക്കൻ്റെ ഫ്രണ്ട്സൊക്കെ നിന്നിട്ടാണ് കേട്ടോ കോഴിക്കോട് മുതൽ എറണാകുളം വരെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് സാഹസികത നിറഞ്ഞൊരു യാത്ര ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സമയം എടുത്തു കേട്ടോ എറണാകുളത്ത് എത്താൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് സ്ലീപ്പർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് പോകുന്നതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളിതാ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ എറണാകുളത്ത് എത്തിയിട്ട് ഇനി നമ്മൾ നമ്മളുടെ ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ അന്വേഷിച്ചിട്ട് അങ്ങനെ നടക്കുവാണ്. ഇനി സത്യം പറഞ്ഞാൽ ആർക്കും ഒരു ഐഡിയ ഇല്ല എവിടെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എന്നുള്ളത്. അങ്ങനെ എന്തായാലും നമ്മൾ പുലർച്ചയ്ക്ക് ഞാൻ കയറിയതല്ല. അപ്പോൾ എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ അവിടുന്ന് നമ്മൾ കിട്ടിയ ബസ്സിന് കയറിയിട്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് എങ്ങനെയൊക്കെയോ എത്തിയിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളെ ലൊക്കേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേയൊക്കെ നടന്ന് നമ്മൾ പറഞ്ഞ സമയത്തൊന്നും എത്തിയില്ലെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ എത്തി. അങ്ങനെ ഇൻ്റർവ്യൂ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടെ പോവുക, ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ കൊടുക്കുക, തിരിച്ചറിഞ്ഞ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ പൊതുവേ ഞാൻ ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ഒക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ ഈവനിങ് 5 മണിക്കോ 6 മണിക്കൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ തീർന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് പോലെ ഇൻ്റർവ്യൂ എന്തായാലും വിചാരിച്ചത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് നേരെ മെട്രോയിൽ വന്നിട്ട് ഇനി നമ്മൾ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇക്കൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അവരുടെ റൂമിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നമുക്ക് റൂമൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവരുടെ റൂമിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ വഴി അറിയാതെ കുറേ നടക്കുകയും കുറേ വെയിൽ കൊള്ളുകയൊക്കെ ചെയ്തിട്ട് എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. പിന്നെ പുലർച്ചയ്ക്ക് എങ്ങാനും നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ആർക്കും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇക്കൻ്റെ ഫ്രണ്ട്സിനൊന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നടന്നും ഉറങ്ങാത്തിയൊക്കെ ക്ഷീണമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് റൂമിൽ എവിടെയെങ്കിലും എത്തിയിട്ടൊന്ന് നിവർത്തിയാൽ മതി എന്നുള്ളൊരു സ്ഥിതി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോയും ബസ്സും ഒക്കെ കയറി എങ്ങനെയൊക്കെയോ നമ്മൾ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ റൂമിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി നമ്മൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും ഉള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെയിൽ കൊണ്ട് നടന്നുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. വെയിൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തട്ടം മുഖത്ത് വരെ ഇട്ടിട്ട് നടക്കുമ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടത്. നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിലാണ്. ഇപ്പം ഞങ്ങൾ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട്
അങ്ങനെ റൂമിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളിനി ഇക്കൻ്റെ ഈ എറണാകുളത്തുള്ള ഈ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഇനാഗുറേഷനാണ്. അപ്പോൾ ആ ഇനാഗുറേഷന് നമ്മളെ തങ്ങളൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്, കുറച്ച് വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളോട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മളെല്ലാവരും കൂടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് നമ്മളാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഷോറൂം എന്ന് പറയുന്നത്. നമ്മൾ എറണാകുളത്ത് റോയൽ ഡ്രൈവ് അവിടെയാണ് കേട്ടോ ഇക്കൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യണത്. അങ്ങനെ ഇവിടെ നമ്മൾ എത്തിയപ്പോഴേക്ക് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജ് പ്രോഗ്രാംസ് കൂടുതൽ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് നമ്മളെ സ്റ്റേജ് പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം വെറുതെ മ്യൂസിക്കൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കുറേ വീഡിയോ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു പാട്ട് മാത്രമേ ഇതിൽ സ്റ്റേജ് പ്രോഗ്രാം ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ ഇനോഗ്രേഷനും പിന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ഫുഡിൻ്റെ സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടൊരു പ്ലേയിങ് ഏരിയ ഉണ്ടായിരുന്നു. പ്ലേ ഏരിയ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കിഡ്സൊക്കെ ഒരു കോർണറിൽ അവർ ആ ഒരു പ്ലേ ഏരിയ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ചോറും പിന്നെ കുറച്ച് പൂളയും അങ്ങനെ എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഉള്ള രീതിയിൽ എല്ലാം കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഷോറൂമിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതിനെന്താ പറയാൻ എനിക്കറിയില്ല, ഇങ്ങനെ ഫോട്ടോ എടുത്തു തരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മളും പിന്നെ ഇക്കൻ്റെ ഫ്രണ്ടും വൈഫും എല്ലാവരും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവർ ഫ്രണ്ട്സ് ഒരുമിച്ച് ഫോട്ടോ എടുത്ത് പിന്നെ അല്ലാതെ നമ്മൾ ഈ ഒരു ഷോറൂമിൻ്റെ മുക്കിലും മൂലയിലൊക്കെ നിന്നിട്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് മെല്ലെ തിരിച്ച് പോരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും അവിടുന്ന് തിരിച്ചിറങ്ങി പിന്നെ നമ്മൾ റൂമുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരു വേറെ ലെവലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകുക, അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അതിൻ്റെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് എല്ലാ എക്സ്പെക്റ്റേഷനും ഇക്കൻ്റെ ഫ്രണ്ട് മാറ്റി എഴുതി കേട്ടോ. കാരണം അവർ നമ്മൾ വരുമ്പോൾ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ റൂം റെഡിയാക്കി നമുക്ക് വേണ്ടിയിട്ട് പിന്നെ കുറേ പ്ലാനുകളൊക്കെ ഇട്ട് ആളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് പോലും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം നമ്മളങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കയ്യിൽ കരുതിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും നമ്മളങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലാതെ ഒരു യാത്ര ചെയ്യുമ്പോൾ അതിനൊരു വേറൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് ഫസ്റ്റാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലാതെ ഒരു യാത്ര പോകുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും പ്രീ പ്ലാൻഡ് അല്ലാതെ യാത്രകൾ വേറെയും പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ ഒരു സ്റ്റേ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി. അങ്ങനെ ഞാൻ ഉപ്പുമാവും പിന്നെ കൂടുള്ളവർ പിന്നെ ദോശയും ചട്നിയൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇന്നലെ ഓൾറെഡി ദോശ കഴിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഉപ്പുമാവാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഇതാണ് നമ്മളെ റൂം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ തലേദിവസം വന്ന സമയത്ത് നല്ല ടയേർഡായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല റൂം തന്നെയായിരുന്നു. പിന്നെ റൂമിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇക്കയും പിന്നെ ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കൂടെ നമ്മളിതിനി പുറത്ത് പോവുകയാണ്.
നമ്മൾ ഇക്കൻ്റെ ഫ്രണ്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എവിടേക്കോ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതാ അവർ പറഞ്ഞ വഴിയിലൂടെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്നത് വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മളിതാ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ എനിക്ക് ഇവിടുത്തെ മെട്രോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് നമ്മളൊരു കൊച്ചി വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെട്രോയിൽ ആദ്യമായിട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസൊക്കെ. എനിക്ക് എന്താണെന്നറിയില്ല, മെട്രോ ഉപയോഗിച്ച സമയത്ത്, മെട്രോയിൽ യാത്ര ചെയ്ത സമയത്ത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും നമ്മൾ സാധാ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും ഒക്കെ കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതാ വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാട്ടർ മെട്രോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ഞാൻ തോണിയിലും ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഇങ്ങനത്തെ നമ്മളെ വാട്ടർ മെട്രോ സെറ്റപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളെ വാട്ടർ മെട്രോ വരാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് തന്നെ നമ്മളെ വാട്ടർ മെട്രോ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതാ ഈ കാണുന്ന ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നമ്മളെ വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. കാരണം കുറേ സമയമൊന്നുമില്ലല്ലോ, പിന്നെ നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇരുന്നില്ലെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ പോയപ്പോൾ നിൽക്കുന്നതിൻ്റെ വിഷമമൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ബോട്ടിലും തോണിയിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ്. പിന്നെ നമ്മൾ വാട്ടർ മെട്രോക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഗ്ലാസിൻ്റെ വലിയ വിൻഡോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ മെട്രോയിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഓരോ ഏരിയയിലെത്തുമ്പോഴും ഓരോ തരത്തിലുള്ള ഭംഗിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ്. പിന്നെ കുറേ ബിൽഡിംഗ് ഉള്ള ഏരിയ എത്തുമ്പോൾ അതിങ്ങനെ കാണാൻ വേറൊരു ഭംഗിയാണ്. അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിങ്ങനെ കപ്പലൊക്കെ വരുന്നത് കാണുമ്പം അതൊക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരൊറ്റ യാത്രയിൽ കൂടെ കിട്ടുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ വാട്ടർ മെട്രോ ഇറങ്ങി. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഞാൻ വലിയൊരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളെ ബിലാലിൻ്റെ വീട് കാണണം എന്ന് ഞാൻ ആദ്യമേ പറയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഫോർട്ട് കൊച്ചി പോവാം. അവിടെ പോയിട്ട് നമ്മളെ ബിഗ് ബിയിലെ മമ്മൂക്ക താമസിച്ചിട്ടുള്ള വീടൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് തിരിച്ച് പോരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇനി പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫോർട്ട് കൊച്ചി ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളെ മുമ്പത്തെ കൊച്ചി വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അന്ന് നമ്മൾ വേറെ പല സ്ഥലങ്ങളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പോവാത്ത സ്ഥലങ്ങളിൽ ഇത്തവണ പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോഴേ സൈഡിലൊക്കെ കുറേ സ്റ്റോളുകളും കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ ഇങ്ങനെ സെയിൽ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുതുമയുള്ളതുപോലെ തോന്നി. ചിലപ്പോൾ അത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നൂലായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോൾ കുറേ പ്രാവുകളുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കടല വാങ്ങിയിട്ട് ആ പ്രാവുകൾക്ക് കൊടുക്കുകയാണ്. കുറേ സമയം അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രാവുകൾ കയ്യിൽ വന്നിട്ട് കടല തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയത്ത് ആ പ്രാവുകൾക്ക് കടലൊക്കെ കൊടുത്ത് അവിടെ നിന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പ്രാവുകൾ നമ്മളോട് പെട്ടെന്ന് ഇണങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പ്രാവുകൾക്ക് ഫുഡൊക്കെ കൊടുത്ത് തിരിച്ചു പോകുന്ന വഴി നമ്മൾ നേരെ പോയിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളെ ബിഗ് ബിയിലെ മമ്മൂക്ക സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഒരു വീട്ടിലേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണം, അവിടെ ആ ഒരു വീട് കാണണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ എന്തായാലും പോകുന്ന വഴിക്ക് പിന്നെ നമ്മളിതാ കുറച്ച് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതും കഴിച്ചാണ് അങ്ങനെ നമ്മളെ മമ്മൂക്കൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോയ സമയത്ത് അവിടെ നമ്മളെ ബിഗ് ബിയിലുള്ള ആ ഒരു വീടിൻ്റെ അവിടെയൊക്കെ ഫുള്ളിങ്ങനെ പൂട്ടിയിട്ടതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടേക്ക് കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളെന്തായാലും അതിൻ്റെ അടുത്ത് പോയി നിന്ന് അത് കണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോരാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ ബിഗ് ബിയിൽ മമ്മൂക്കാൻ്റെ വീട്.
അപ്പോൾ ഈ ഒരു വീടിപ്പം അവർ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടതാണ്, ഐ മീൻ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റണില്ല. അപ്പോൾ എന്തായാലും നമ്മളിതാ അവിടെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ്. കാരണം നമുക്ക് ഈവനിങ്ങിൽ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിന് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് നമ്മളിതാ നേരെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വളരെ സ്പീഡിൽ നടക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും. അങ്ങനെ നമ്മളെന്തായാലും സ്പീഡിൽ നടന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ നമ്മളെ കുറേ സമയം വെയിറ്റ് ഒന്നും ചെയ്യിപ്പിച്ചില്ല, കറക്റ്റ് സമയത്തിന് തന്നെ ട്രെയിനും എത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ട്രെയിനിൽ നമ്മളങ്ങനെ സംസാരിച്ചും പിന്നെ ഒരു സ്നാക്സൊക്കെ കഴിച്ചും. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോനുള്ളതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഓരോ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനേക്കാൾ കൂടുതൽ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ പിന്നെ സ്നാക്സൊക്കെ കഴിച്ച് സംസാരിച്ച് കഥ പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളതായിരുന്നെങ്കിലും കൂടിയിട്ട് നമ്മൾ വിചാരിക്കാതെ, നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു യാത്രയായി മാറിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു യാത്രയോ ഇങ്ങനെയൊരു സ്റ്റേ ഒന്നും. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇൻ്റർവ്യൂവിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇതെന്ന് പറയണത്. അങ്ങനെ ഏകദേശം സന്ധ്യ ആയപ്പോഴേക്ക് തന്നെ നമ്മൾ തിരിച്ച് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കൊച്ചി വ്ളോഗിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളെ കമൻറ്റ്സ് അത് എന്തെന്നാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ.